guys, welcome back to my channel. അപ്പോൾ guys, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ടിപ്സ് ഓർ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻസിൽ നിന്നാണ് എനിക്ക് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് പറയാം യൂട്യൂബിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്ററാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണോ, എന്നാൽ നിങ്ങൾക്കിനി യൂട്യൂബിൽ നിന്ന് ഇൻകം ലഭിക്കാൻ 500 സബ്സ്ക്രൈബേഴ്സ്, വെറും 500 സബ്സ്ക്രൈബേഴ്സും മിനിമം മോണിറ്റൈസ്ഡ് ആയാൽ മതി നിങ്ങളുടെ ചാനൽ. എന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മുടെ യൂട്യൂബ് നമുക്ക് ഇൻകം തരുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അത് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ പറയാം. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്നാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്, നമ്മളൊരു ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും, വീഡിയോസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ 4000 വാച്ച് അവേഴ്സ്, 1 ഇയറിനുള്ളിൽ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിനി ഷോർട്സ് വെച്ചിട്ടാണ് നമ്മുടെ ചാനലിന് മോണിറ്റൈസ്ഡ് ആക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഷോർട്സിൽ 3 മന്ത്സ് കൊണ്ട് 10 മില്യൺ ഷോർട്ട് വ്യൂസ് നമ്മൾ അറ്റൈൻ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവും, നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മാത്രമേ നമ്മുടെ യൂട്യൂബിലുള്ളത്. ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇവിടെ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയാം. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് മതി. 1000 സബ്സ്ക്രൈബേഴ്സ് വേണ്ട, വെറും 500 സബ്സ്ക്രൈബേഴ്സും വീഡിയോസ് വെച്ച് മോണിറ്റൈസ് ആക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമുക്ക് 3000 വാച്ച് അവേഴ്സ് 1 ഇയറിൽ. അല്ല, നമ്മളതിൻ്റെ ഷോർട്സ് വെച്ചിട്ടാണ് മോണിറ്റൈസ് ആക്കാൻ ശ്രമിക്കുന്നെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ് 3 മന്ത്സ് കൊണ്ട് നമ്മൾ അറ്റൈൻ ചെയ്യണം. ഈ ഒരു ക്രൈറ്റീരിയയാണ് നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. സാധാരണ നമ്മളൊരു ചാനൽ ഒരു ഹാഫ് മോണിറ്റൈസ്ഡ് ആയിക്കാൻ നമുക്ക് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇൻകം ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ യൂട്യൂബ് നമുക്കൊരു ആശ്വാസ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇനി മുതൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവർ വീഡിയോസിൻ്റെ കേസ് അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ് ഉള്ള ചാനലുകൾക്ക്, ഇത് അറ്റൈൻ ചെയ്ത ചാനലുകൾക്ക് പ്രൊഡക്ട്സ് ടാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേര് വെച്ചിട്ടുണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം കിട്ടിയാൽ തന്നെ പ്രൊഡക്ട്സ് ടാഗ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയല്ല, 500 സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനൽ മിനിമം മോണിറ്റൈസ്ഡ് ആയിരിക്കണം. മിനിമം മോണിറ്റൈസ്ഡ് പറഞ്ഞാൽ ഫുള്ളി മോണിറ്റൈസ്ഡ് ആവണമെന്നില്ല. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ മതി, 4000 കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ 3 മില്യൺ ഷോർട്ട് വ്യൂസ് അറ്റൈൻ ചെയ്താൽ മതി, നമുക്ക് 10 മില്യൺ അറ്റൈൻ ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മിനിമം മോണിറ്റൈസ്ഡും 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ട്സ് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രൊഡക്ട്സ് ടാഗ് ചെയ്യാന്നുള്ളതാണ്. പ്രൊഡക്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിലും ടാഗ് ചെയ്യാം, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും ടാഗ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് യൂട്യൂബ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടാഗ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊഡക്ട്സ് നമുക്കിപ്പോൾ ടാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം നമ്മൾ ഈ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സിൽ ഷോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റി പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന പീപ്പിൾസ്, അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പ്രൊഡക്ട്സൊക്കെ ടാഗ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു തോതിൽ ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ബന്ധപ്പെട്ട പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അഥവാ ഒരാൾ ക്ലിക്ക് ചെയ്തു, പക്ഷേ അയാൾ ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, അത് പർച്ചേസ് ചെയ്തില്ല. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇൻകം കിട്ടാതെ ഒന്നും ഇരിക്കില്ല. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത വ്യക്തി ആ മാസം, ഒരു മാസത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ട് ക്ലിക്ക് ചെയ്തോ, ആ വ്യക്തി ആ മാസത്തിൽ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്രൊഡക്റ്റ് ടാഗിങ് കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയൊരു ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റൂ. പല മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകളും നല്ലൊരു ഇൻകം ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ ഫ്യൂച്ചർ ഇനേബിൾ ആക്കിയിട്ട് ഈ ഫ്യൂച്ചർ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുതൽ വെറും 500 സബ്സ്ക്രൈബേഴ്സും ചാനൽ മിനിമം മോണിറ്റൈസ്ഡ് ആണ്. മിനിമം എങ്കിലും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണം. മിനിമം മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് മിനിമം മോണിറ്റൈസ്ഡ് ആണ്. അതിലൊരു ക്രൈറ്റീരിയ വരുന്നതാണ്. അതോടൊപ്പം നമുക്ക് 3000 വാച്ച് അവർ അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ് വേണം. എന്നാലേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയി കിട്ടുള്ളൂ. അത് 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം നമ്മൾ അറ്റൈൻ ചെയ്തിട്ട് നമുക്കിത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കരുത്. അങ്ങനെ കിട്ടില്ല. മിനിമം മോണിറ്റൈസ്ഡ് കൂടി നമ്മുടെ ചാനലാവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് വന്നൊരു അടിപൊളി അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടോ അപ്പോഴേ ഇൻകം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. നമുക്ക് ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു മാസത്തിന് വലിയൊരു ഇൻകം ഉണ്ടാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒന്നും കൂടെ പറയാം, നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.